ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ പറയാനുണ്ട് എനിക്ക്. ചമൻ ചാക്കോ ഒരു സൂപ്പർ സ്റ്റാർ എഡിറ്ററെ പോലെ അല്ലേ? അതായത് ചമൻ ചാക്കോ എഡിറ്റ് ചെയ്യുന്ന പടങ്ങൾക്ക് ഇത് ചമൻ്റെ എഡിറ്റിംഗ് ആണേ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറേ പരിപാടികൾ ഉണ്ടാവും അതിനകത്ത്. അതെപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. ചിലപ്പോൾ വർക്കാവും. ഈ ലോക പോലത്തെ പടത്തിൽ കുറച്ച് വർക്കാവും. അതാ പറഞ്ഞത്, അത് ചിലതിന് നന്നായിട്ടിരിക്കും. പക്ഷെ എനിക്ക് ലാസ്റ്റ് കണ്ട അതിനിടയിൽ എനിക്ക് തീരെ അത് സെറ്റായില്ല. കാര്യം എൻ്റെ പടത്തിൻ്റെ ആസ്വാദനത്തെ ആ എഡിറ്റിംഗ് ഭയങ്കരമായിട്ട് ബാധിച്ചു. കാര്യം ഭയങ്കര വേഗതയാണ്. അതായത് ഈ സ്പീഡെന്ന് പറയുന്നത് ഈ ഷോർട്സ് ട്രിം ചെയ്ത് ചേർത്ത് വെക്കുന്ന ഉണ്ടാകുന്ന സ്പീഡല്ലാതെ കഥയ്ക്കു അല്ലെങ്കിൽ ആ സീനൊരു ഫ്ലോ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിമാൻഡ്. പക്ഷെ അത് എല്ലാ പടത്തിനും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ തല്ലുമാല പോലെ സിനിമയിലെ എഡിറ്ററിന്റെ പങ്കെന്ന് പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റോറി ടെല്ലർ കൂടെ. തല്ലുമാലയ്ക്ക് സ്പീഡ് കട്ട്സ് അല്ല, അതിനകത്തൊരു വിഷ്വൽ ഫ്ലെയർ ഉണ്ട് ചേട്ടാ. അതായത് അതിനകത്ത് എഡിറ്ററിന്റെ ജോബ് എന്ന് പറയുന്ന സിനിമ ഏതാ, ആ എഡിറ്റർ ആ സിനിമയുടെ ഒരു ഫിലിം മേക്കിംഗ് പാർട്ടാണ്, ഒരു മെയിൻ പാർട്ടാണ്. അതായത് എഡിറ്റിങ്ങിലൂടെ കൂടിയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാ സിനിമയും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സിനിമകൾ ഈ ചമൻ ചാക്കോയെ പലപ്പോഴും വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഒരു പൊതുവെയുള്ള ടോക്ക് ചമൻ ചാക്കോ സിനിമ രക്ഷിക്കും എന്നുള്ളതാണ്. അതായത് പുള്ളി ഈ സിനിമയിൽ പുള്ളി അത് എഡിറ്റ് ചെയ്ത് മാക്സിമം നമുക്കൊരു നല്ല രീതിയിൽ എഡിറ്ററാണ്, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ഈ അടുത്തിടയ്ക്ക് പുള്ളി എന്നല്ല പലരുടെ എഡിറ്റിങ്ങിൽ എനിക്ക് ഈ സിനിമ സ്പീഡാക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ ഇത് എഡിറ്റ് ചെയ്ത്, അതായത് വേഗത്തിൽ നമുക്കൊരു ഒരു സീനിലോ ഒരു സ്ഥലത്തോ നമ്മൾ ഒരുപാട് നേരം സസ്റ്റെയിൻ ചെയ്ത് ഭയങ്കര വേഗത്തിൽ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് എഡിറ്റ് ചെയ്ത് വീട്ടിൽ പോകണം എന്ന് പറയുന്നത്. എനിക്ക് കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വർക്കാവില്ല. പക്ഷെ അത് വർക്കാവുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ്, വർക്കാവുന്ന ഒരു വലിയ കൂട്ടം ഓഡിയൻസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അതായത് ഇതിന്റെ ഞാൻ കാണുന്നതിലുപരി എനിക്കിതിലെ ഒരു പരിപാടി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ലാഗാം. അതായത് ഈ 10 കട്ടിങ്ങനെ ജമ്പായി പോകുമ്പം ഇതിൽ ലാഗ് ഇല്ല എന്നൊരു, അതായത് ലാഗ് എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ എക്സാക്ട് മീനിങ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അവര് പറയുന്നത് സിനിമയിൽ സ്ലോ ആയിട്ട് 2 ഡയലോഗ് പറയാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ലാഗ് ആണെന്ന് പറയുന്നത്. ഡയലോഗ് സീൻ ലാഗ് ആയിട്ട് കാണുന്നവരുണ്ട്. അതെ, അത് ഇമോഷണൽ സീൻ വരുമ്പോൾ അത് ലാഗ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബേസിക്കലി ഒരു ലാഗ് എന്ന് പറയുന്നത് കഥ മൂവ് ചെയ്യാത്ത ഒരു പൊസിഷൻ. ഒരാൾ സ്ക്രീനിൽ കരഞ്ഞാൽ ചിലപ്പോൾ അത് ലാഗാണ്. ഒരു ഷോട്ട് ഒരു അല്പനേരം കൂടെ സസ്റ്റെയിൻ ചെയ്താൽ അത് ലാഗാണ് എന്ന് പറയുന്നതാണ്. അത് വെച്ചേക്കുന്നത് നിങ്ങൾ ഈ ഷോട്ടിന്റെ വേറൊരു എലമെന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനൊരു സാധ്യത ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. അതായത് എനിക്കിത് കാണണം, എനിക്ക് അടുത്ത ഷോട്ട് കണ്ടാൽ മതി. അത് എനിക്ക് ഈ ഷോട്ട് കാണാൻ എനിക്ക് അടുത്ത ഷോട്ട് കാണണം എന്ന് പറയുന്ന ആ ഒരു വേഗത. ഇപ്പൊ വേഗം എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റീൽ കൾച്ചറിൽ കുറച്ചധികം ഇൻവെസ്റ്റ് നമ്മൾ ഒരുപാട് പേര്, അതായത് ഇന്ന് ഈ ലാഗാണെന്ന് പറയുന്നവരുൾപ്പെടെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ കുറച്ച് പഴയ ഏതെങ്കിലും പടം ചോദിച്ചാൽ ആ പടം നമ്മൾ ഇന്ന് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവും. ഏതാ ഇപ്പോഴത്തെ ട്രെൻഡിൽ അതിൽ ലാഗ് ഉണ്ടെന്ന് പറയാം.